അമ്മ കണ്ണ എവിടെയായിരുന്നില്ല ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തോന്നിയില്ല നിനക്ക്? എന്തായാലും ഞാൻ വന്നില്ലേ അപ്പ എങ്കിൽ ഇനി നീ ഞങ്ങളെ വിട്ടു പോവില്ലെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അമ്മാവുക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, ദാ രണ്ടുപേരോട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഗൗതം. ഹലോ, ശീതലിന്റെ ബ്രദർ. ഓ സോറി, അപ്പാക്ക് ശീതൾ ആരാന്നറിയില്ലല്ലേ? ഇല്ല. വരൂ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അത് മാറ്റി മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ മതി ഞങ്ങളുടെ വിവാഹം എന്ന ഒറ്റ വാശിയിൽ ഇറങ്ങി തിരിച്ച കക്ഷി. എന്തായാലും പിണക്കൊക്കെ മാറ്റി എനിക്കിവരെ പഴയ പോലെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഗോപൻ, അരവിന്ദേട്ടനല്ലേ? കൊറേ നേരമുണ്ട് ഒരാളോട് നിക്കാൻ തുടങ്ങിയിട്ട്. മാമ? മാമേ, അത് വേറെ പണിയുന്ന ആള്. അമ്മാവന് சொல்றா. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ച മുതലല്ലേ നമ്മുടെ മുമ്പിൽ ഒന്ന് ചിരിച്ചു നിൽക്കുന്നത്. നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ഉള്ളപാടാ കണ്ണ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട, ഇത് രണ്ടും നിങ്ങൾ പിരിഞ്ഞു താമസിച്ച വീടല്ലേ? ഏയ്, ഇവിടെ വേണ്ട. നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലമല്ലേ? നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. മടങ്ങിപ്പോണവരെ ശീതളും ഗോതവും അവിടെ താമസിക്കട്ടെ. അതെ, അപ്പൊ സമയം കാണണ്ട, നമുക്ക് വേഗം പോവാൻ. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ദേ, നീ ചിരിക്കണ്ട, നീ പഠിച്ച കള്ളിയാ. ഐ എം സോറി അങ്കിൾ, നിങ്ങളോടെല്ലാം പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഉള്ളത് പറയാലോ, ഇങ്ങനെ ഒരു ദൗത്യ പരിപാടിയായിട്ടാണ് ശീതൾ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെറ്റ് വെച്ചു. അതിന്റെ വാശിന് നടക്കാന്നല്ലേ ഞാൻ കരുതിയത്. നേരിട്ട് പറഞ്ഞ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും അറിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം തോന്നിയ ഒരു ദിവസം കിട്ടി. അല്ല, അപ്പൊ അച്ഛനും അമ്മയും വന്നില്ലേ? രണ്ടുപേരും ഇല്ല. ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലായിരുന്നു അച്ഛന് ജോലി. ഞങ്ങൾ ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെ. തറവാട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വിറ്റ് ഡൽഹിയിൽ സെറ്റിൽ ആവാനുള്ള മോഹത്തിന്റെ പുറത്ത് പോകുന്നതാ രണ്ടുപേരും. തിരിച്ചുള്ള വരവില് ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശികമായിട്ട് സ്വാമിനാഥനെ പരിചയപ്പെട്ടത്. സ്വാമിനാഥൻ അപ്പോ ബിസിനസ്സാ, പിന്നെ ഫ്രണ്ട്സായി. കൂടുതലെടുത്തപ്പോ എനിക്ക് തോന്നി ശീതളിനെ പറ്റിയ ആളാണെന്ന്. ചോദിച്ചപ്പോ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്കുള്ളതുകൊണ്ട് കൂടുതൽ താല്പര്യം തോന്നി. എവിടെ ഡ്രസ് എടുക്കാൻ പോയ ആള്? ഗോപാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ഏട്ടൻ വന്നിട്ടുണ്ട്, പരിചയപ്പെടണ്ടേ? വാ. അല്ല, അപ്പൊ കല്യാണം എന്നാ, എവിടെ വെച്ചാ? ഡേറ്റ് ഏകദേശം നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച്. വാ. ഏട്ടാ, ഗോപൻ. മനസ്സിലായി. അറിയാതെയാണെങ്കിലും ശീതളിന് വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഗോപൻ അനുഭവിച്ചു അല്ലേ? ഏതായാലും കുറച്ചു ദിവസം കൂടെ ഉണ്ടല്ലോ, പരിചയപ്പെടാം. നിങ്ങൾ സംസാരിക്കേ. എന്നാ പിന്നെ ഇറങ്ങായി. ദൂരേക്കൊന്നും അല്ലല്ലോ അങ്കിൾ. അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ. ഞങ്ങള് രണ്ടുപേരെയും നീ പറ്റിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി.
മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമായി, പ്രത്യേകിച്ച് ഗോപന്. വേറൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് എന്തിനായിരുന്നു ആ പാവത്തിന് വെറുതെ ആശിപ്പിച്ചത്? ആരെ ആശിപ്പിച്ചു? എനിക്ക് നിങ്ങൾ പറയണ മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാൻ ഇഷ്ടമെന്ന് പറയാം, അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കെട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ അവന്റെ മനസ്സ് തോന്നുന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും. ഓർത്തോ? ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മള് നെസ്റ്റിലേക്കല്ലേ? അത് ഏട്ടൻ പോയാ മതി. എനിക്കെന്തോ തലവേദന പോലെ. ഏയ് പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്റെ പെങ്ങളല്ലേ? നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരൊക്കെ ഉണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ അപ്പൊ ആരുമല്ല, ഇത് തന്നെ നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. വെൽക്കം വെൽക്കം. ഇരിക്കൂ. താനിനി പാത്തും പതിയൊന്നും ഇവിടെ കയറി വരണ്ട. ഇതിനി നിങ്ങളുടെ തറവാടാ. മിസ്റ്റർ അരവിന്ദൻ, അല്പം ഹർഡിൽസ് ഒക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? താങ്ക് ഗോഡ്. കേട്ടോ ഗൗതം, ശീതളിന്റെ കാര്യത്തിൽ അല്പം അവകാശം ഈ അരവിന്ദനുമുണ്ട്. ഹി വാസ് ഹെർ ലോക്കൽ ഗാർഡിയൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയല്ലോ. അപ്പോ എങ്ങനെയാ ഗൗതം? വിവാഹം എപ്പോ, എവിടെ വെച്ച് നടത്തണം? പറഞ്ഞോളൂ. മാരേജ് എന്തായാലും ഡൽഹിയിൽ വെച്ച് മതി, അല്ലേ ശീതൽ? അതെ, അതാ ഞങ്ങൾക്ക് സൗകര്യം. എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും ഒരു ഉത്സവമാക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഞങ്ങൾ കോളനിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതോർത്ത് അരവിന്ദട്ടം വിഷമിക്കണ്ട. കോളനിക്കാർക്ക് ഞാനൊരു സ്പെഷ്യൽ പാർട്ടി തരുന്നുണ്ട്. എന്നാ പിന്നെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്തിയ പോരെ? അത് നല്ല ഐഡിയ ആണ്. ഐഡിയ ഒക്കെ ഞങ്ങൾ പറയും. ഇയാൾ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. അപ്പോ പറഞ്ഞ പോലെ നിശ്ചയം ഇവിടെ, വിവാഹം അവിടെ. നാളെ തന്നെ ജോത്സ്യരെ കണ്ട് തീയതി കുറിക്കാം. എന്താ? എനിക്ക് ഗോപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാനിവിടെ കുറച്ച് തിരക്കില്ല. എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഏയ്, ഞാനങ്ങനെ. ഗോപ, സ്വാമിനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലായി. ഗോപനെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഗോപനെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു സുഹൃത്തിനോടെന്ന പോലെയാ ഞാൻ ഇടപഴകിയതൊക്കെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തതും അതുകൊണ്ട് തന്നെയാ. അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അപ്പോഴാ ഞാൻ അറിയുന്നത് ഗോപൻ എന്നോട്. ഏയ്, അവര് വെറുതെ വിവരക്കേടിന്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. തികഞ്ഞ മനസ്സോടെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ എന്നെ കാണാവൂ. ഇയാൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം വെരി ഹാപ്പി. പിന്നെ ഇയാള് പോകുന്നല്ലോ എന്നോർത്തിട്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ഈ നല്ല സുഹൃത്തുക്കളൊക്കെ അകലുമ്പോ ഒരു വേദന ഉണ്ടാവില്ലേ? പിന്നെ എവിടം വരെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഞായറാഴ്ച നിശ്ചയാണ്. രണ്ടുപേർക്കും എന്റെ മുൻകൂർ ആശംസകൾ. ഗൗതം പറഞ്ഞു ശീതൽ ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്.
ഞാൻ ഗോപനെ ആ എന്തായാലും നമുക്ക് ആ വെഡിങ് കാർഡ് സെലക്ട് ചെയ്തേക്കാം. എവിടെയാ? വെഡിങ് കാർഡിന്റെ സെക്ഷൻ അപ്പുറത്താ. വാ നിങ്ങളോട് വാടോ, തന്റെ കലാബോധം ഒന്ന് കാണട്ടെ. അല്ല ശീതൽ, come on. ആ ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതിപ്പോ ഔട്ട് ഓഫ് ഫാഷനാ. എന്നാ വേണ്ട? അതെ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഗുഡ്. ഇത് കൊള്ളാല്ലേ? ഉം. പാക്ക് ചെയ്തോളൂ. ഓ, താങ്ക് യു. പോവാം. പോട്ടെ ഗോപ. ആ. ഈ ഗോപൻ ഒരു സൈലന്റ് ടൈപ്പ് അല്ലേ? ഏയ്, അങ്ങനെ സൈലന്റ് ഒന്നുമല്ല. ആള് നല്ല തമാശക്കാരനാ. എന്നാ തമാശ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല താൻ. എന്താ പറയാ, ഈ പണക്കാരനെ പോലെ സ്വപ്നം കണ്ടിട്ട് പാവപ്പെട്ടവനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാ ഗോപന്റേത്. പക്ഷെ ആള് ഭയങ്കര ദുരഭിമാനിയാ. പക്ഷെ നിഷ്കളങ്കനാട്ടോ. അത് അച്ഛനും അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ അവന്റെ ലൈഫ് ഒരു പ്രത്യേക സ്റ്റൈലാ. എന്നുവെച്ചാ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പേരൻസിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ? ഐ മീൻ റെസ്പെക്ടോട് കൂടി. അവിടെ അങ്ങനെ ഒന്നുമില്ല. അച്ഛനും മോനും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പോ മകൻ കയറി അച്ഛനെ ഉപദേശിക്കും, അത് കേട്ട് അച്ഛന്റെ മറുപടിയും തമാശയും ബഹളവും. മൊത്തത്തിൽ പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ സമയം പോണത് ശീതളിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടു പോവും. അത്രയ്ക്ക് പാവങ്ങളാ. ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും? നീ പറ. ചക്കപ്പുഴുക്കായിരിക്കും. നേരെ ബാക്കിൽ പോട്ടെ. പോട്ടെ പോട്ടെ. ഹായ് ബേബ്. ഹലോ, ഹൗ ആർ യു? ഗോപിക. എന്താണ് ഇത് സൗന്ദര്യബോധമില്ലാത്ത ഗേൾസ്? നമസ്കാരം. നമസ്കാരം. എവിടെ കസ്തൂരി മാമി? കസ്തൂരി മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. എന്തു പറ്റി? തനിയും ഒരുക്കോളാന്ന് പറഞ്ഞു. എന്താ മോളെ ഇങ്ങനെ? ആളുകളൊക്കെ വരുന്നതല്ലേ? എനിക്ക് ആർഭാടൊന്നും വേണ്ട. പറ്റില്ല പറ്റില്ല. ഗൗതം, നാളെ ഈവനിങ് അവിടെ ഉണ്ടാവും. ഓക്കെ? ആരാ ഗൗതം? രഞ്ജിത്ത ആണോ? നിങ്ങൾ തമാശ പറഞ്ഞിരിക്കുക. ഗസ്റ്റുകളൊക്കെ ഒന്ന് ഡീൽ ചെയ്യേ. പറഞ്ഞ പോലെ നമ്മളല്ലേ നടത്തിപ്പുകാര്. ചിരിയൊക്കെ പിന്നെ ആവാം. തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നും വേണ്ട. ഇതെന്റെ ഹൃദയോ. പാതി കഴിച്ചിട്ട് പാതി നിൽക്കത്ത. വൈദ്യനാഥൻ, എന്തോ താൻ എവിടെയായിരുന്നു? ഞാൻ വേപ്പനം കൊടുക്കുന്നു. അല്ല, സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ പാലങ്കുളം വേണോ, അല്ല കൊടപ്പഴം അച്ചിങ്ങ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല്ല്. അവിടെ കുറച്ച് ചേരട്ടെ. ചാടി ചാടി നിക്കടാ. ഒന്നും എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് തരാട്ടോ. രാഹു കഴിഞ്ഞു. എവിടെ ചെറുക്കൻ? സ്വാമിനാഥൻ,
തുടങ്ങാം. ശീതൾ തിരുവാതിര നക്ഷത്രം, സ്വാമിനാഥൻ അനിഴം നക്ഷത്രം, 10 ൽ 8 പൊരുത്തം. ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. ഇവരുടെ വിവാഹത്തിന് നല്ല ദിവസം 2004 ഓഗസ്റ്റ് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30-നും 10:30-നും മധ്യേ. ഈ ദിവസം ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ തീരുമാനിക്കാം. സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവാഹം കുറച്ചുകൂടി നേരത്തെ ആക്കണം. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഈ സന്തോഷം എനിക്ക് തന്നയാൾക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ നിമിഷം വരെ. ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. പ്ലീസ് എതിരൊന്നും പറയരുത്. അവരൊന്നും പറയില്ല. വേർപാടിന്റെ വേദന അറിഞ്ഞവരാരും ഒന്നും പറയില്ല. അരവിന്ദേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ലെന്ന് അരവിന്ദേട്ടന് പറയാൻ പറ്റുമോ? മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? വാ അല്ല, വാ. ഇനി നിങ്ങളൊക്കെ ഇവരെ അനുഗ്രഹിക്കണം. എനിക്കതാ സന്തോഷം. ഇവന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ നിങ്ങളായിട്ട് ഇതിനെ കുറക്കണത്. ഇങ്ങ് വന്നേ ഇങ്ങട്. സന്തോഷട്ടെ, സന്തോഷിക്ക്.